ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ട് പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനികളിലെ തൊഴിലവസരവുമായിട്ടാണ്. നമുക്ക് ഏറെ ഫെമിലിയർ ആയിട്ടുള്ള കമ്പനീസ് ആണ്. വിപ്രോയിലും TCSലുമായിട്ടാണ് ഒരു പാൻ ഇന്ത്യ ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. റീസെന്റ് പാസ് ഔട്ട്സിനൊക്കെ സംബന്ധിച്ച് ഇത് വളരെ നല്ലൊരു അവസരമാണ്. കാരണം ഈ ഒരു പോസ്റ്റുകൾക്ക് അവർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഏതൊക്കെ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, എന്താണ് അവർ ചോദിക്കുന്ന യോഗ്യതകൾ, ഏതൊക്കെ സ്ട്രീംസിൽ ഡിഗ്രി കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, അതേപോലെ ഇതിൻ്റെ പാക്കേജ്, ശമ്പളം കാര്യങ്ങളൊക്കെ എത്രയാണ് ഈ ഒരു ജോലി ലഭിച്ചാൽ നമുക്ക് ലഭിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഇതിന് എക്സാംസ് ഉണ്ട്. സോ ഒരു എക്സാംസിൽ എന്തൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ലാസ്റ്റ് വരെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ TCSന്റെ വേക്കൻസിയിലേക്ക് കിടക്കാം. TCS ഇപ്പോൾ ഒരു പ്രോഗ്രാമിലൂടെയാണ് ഈ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. സയൻസ് ഗ്രാജുവേറ്റ്സ് 2024-25 പാസ് ഔട്ട്സ് ആവുന്ന സയൻസ് ഗ്രാജുവേറ്റ്സിനാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. ഇപ്പോൾ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഓപ്പൺ ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ തൊട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് 11 ഇതിൻ്റെ ടെസ്റ്റ് ഡേറ്റ് ഉണ്ട്. അതായത് ഒരു ഓൺലൈൻ ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അതിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. അതിനെപ്പറ്റിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ഇതിൻ്റെ യോഗ്യതകൾ നമുക്ക് നോക്കാം. രണ്ട് പ്രോഗ്രാമിലൂടെയാണ് TCS ഹയർ ചെയ്യുന്നത്. TCSന്റെ BSc ഇഗ്നൈറ്റ് ആൻഡ് സ്മാർട്ട് ഹയറിംഗ് എന്ന് പറയും. ബേസിക്കലി സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. BCA അല്ലെങ്കിൽ BSc IT, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, ഡാറ്റാ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, സൈബർ സെക്യൂരിറ്റി, ബയോ കെമിസ്ട്രി, അതേപോലെ BVOC കമ്പ്യൂട്ടർ സയൻസിൽ IT-ലൊക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് എലിജിബിൾ ആണ്. നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2024-25 പാസ് ഔട്ട്സ് ആവണം. അതല്ലാതെ മറ്റ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും അവർ ചോദിക്കുന്നില്ല. മറ്റ് കോഴ്സുകളോ കാര്യങ്ങളോ ഒന്നും കംപ്ലീറ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ഈ ഒരു മേഖലയിൽ നിന്ന് ഡിഗ്രി കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു രണ്ട് പ്രോഗ്രാംസിലാണ് ഹയറിംഗ് വരുന്നത്. ഇഗ്നൈറ്റും വരുന്നുണ്ട്, അതേപോലെ സ്മാർട്ടും വരുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു ഇഗ്നൈറ്റ് പ്രോഗ്രാം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നോക്കാം. ഈ ഒരു ഇഗ്നൈറ്റ് പ്രോഗ്രാം എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു സയൻസ് ടു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. അതായത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനെ സോഫ്റ്റ്വെയർ മേഖലയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു ഹയറിംഗ് പ്രോസസ്സാണ് ഇഗ്നൈറ്റിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരല്പം കൂടി ഇൻഡെപ്ത് IT മേഖലയിലുള്ള കരിയർ സെക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് അവർ ഓഫർ ചെയ്യുക. വൺസ് ഒരു ഇഗ്നൈറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കാര്യങ്ങളുണ്ട്. അതായത് ഒരു 1 to 2 years ഓഫ് എംപ്ലോയ്മെന്റിൽ തന്നെ നിങ്ങൾക്ക് തുടക്കത്തിൽ എത്രയാണോ സാലറി ലഭിച്ചത് അതിൻ്റെ ഏകദേശം 2.5 ഇരട്ടി സാലറി നിങ്ങൾക്ക് ഒരു 2 വർഷത്തിനുള്ളിൽ കമ്പനി നിങ്ങൾക്ക് തരുമെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ ലീഡിങ് ടെക്നോളജീസ് ആയ ഇപ്പോൾ യൂസിങ് ടെക്നോളജീസ് ആയ ക്ലൗഡ്, ബ്ലോക്ക് ചെയിൻ, AR, റോബോട്ടിക്സ്, AI മുതലായ മേഖലയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്കിതിൽ ട്രെയിനിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുക. സോ അതാണ് ഒരു ഇൻഡെപ്ത് മേഖലയിലുള്ള ഒരു IT മേഖലയിലുള്ള ജോലിയാണ് ഈ ഒരു TCSന്റെ BSc ഇഗ്നൈറ്റ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തത് വരുന്നത് TCSന്റെ സ്മാർട്ട് ഹയറിംഗ് ആണ്. ഇത് ബേസിക്കലി ഒരു ടെക്നോ ഫങ്ഷണൽ റോൾസ് ആണ്. ഇതിലും നിങ്ങൾക്ക് IT മേഖലയിൽ തന്നെയാണ് ജോലി അവസരം ലഭിക്കുന്നത്. ബട്ട് അല്പം കൂടി ടെക്നോ ഫങ്ഷണൽ റോൾസ് ഫോർ അവർ കസ്റ്റമേഴ്സ് ആ ഒരു മേഖലയിലുള്ള ജോലിയായിരിക്കും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ രണ്ട് പ്രോഗ്രാമിലാണെങ്കിലും ഒരു സെലക്ഷൻ ടെസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. അതായത് ഒരു സെലക്ഷൻ പ്രൊസീജിയറിൽ തന്നെയാണ് ഈ ഒരു രണ്ട് പ്രോഗ്രാമിലേക്കും നിങ്ങൾ സെലക്ട് ആവുന്നത്. നിങ്ങളുടെ ഒരു മാർക്സിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇഗ്നൈറ്റിലേക്കാണോ സെലക്ട് ആവുന്നത്, സ്മാർട്ടിലേക്കാണോ നിങ്ങൾ സെലക്ട് ആവുന്നത് എന്ന് അവർ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഡയറക്റ്റ് പോകരുത്. അതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് എക്സാംസ് ഉണ്ട്. എക്സാംസിന് എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏത് മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്, എത്ര മാർക്കിനാണ് ഉണ്ടാവുക, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ അതാണ് പറയുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ലാസ്റ്റ് വരെ കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ഒരു ലിങ്കിൽ കയറിയാൽ നിങ്ങൾ ഈ ഒരു വെബ് പേജിലാണ് എത്തുക. ഈ ഒരു വെബ് പേജിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ആ ഒരു രജിസ്റ്റർ നൗ ബട്ടൺ അല്ലെങ്കിൽ ഈ ഒരു ലോഗ് ഓൺ ടു സ്റ്റെപ്പ് 1 നിങ്ങൾ കണ്ടില്ലേ, ഇതിൽ ലോഗ് ഓൺ ടു TCS നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടൽ ഹിയർ ഉണ്ട്. ഈ ഒരു ഹിയർ ക്ലിക്ക് ചെയ്താൽ അപ്ലൈ ചെയ്യാനുള്ള പേജിലാണ് നിങ്ങൾ എത്തുക. സ്റ്റെപ്പ് 2 നിങ്ങളുടെ ആധാർ വെരിഫിക്കേഷൻ ആണ് വരിക. സ്റ്റെപ്പ് 3 രണ്ട് സിനാരിയോ ഉണ്ട്. TCS പോലുള്ള കമ്പനിയിലൊക്കെ ഓൾറെഡി കരിയർ സെക്ഷനിൽ സൈനപ്പ് ചെയ്ത കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. സോ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഓൾറെഡി രജിസ്റ്റേർഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ ഡ്രൈവിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾ സിനാരിയോ B ആണ് യൂസ് ചെയ്യേണ്ടത്. രജിസ്റ്റർ നൗ, ഈ ഒരു വെബ് പേജിൽ രജിസ്റ്റർ നൗ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ കയറി IT സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. IT-യും ഉണ്ട്, നോൺ IT-യും ഉണ്ട്. അതിൽ IT ക്ലിക്ക് ചെയ്ത് അപ്ലൈ ഫോർ ഡ്രൈവിന് ക്ലിക്ക് ചെയ്ത് വേണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്.
സെലക്ട് സ്റ്റെപ്പ് 4 നിങ്ങൾ ടെസ്റ്റ് സെൻറ്റേഴ്സ് TCSലെ അയോൺ സെൻറ്റേഴ്സ് ഉണ്ട്. അത് മോസ്റ്റ് പ്രോബ്ലി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജില്ലകളിൽ അവൈലബിൾ ആണ്. കേരളത്തിൽ പുറത്തും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. സോ അതിൻ്റെ ഒരു ടെസ്റ്റ് സെൻറ്റർ അവർ അലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിലാണ്. അതായത് നിങ്ങൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ടെസ്റ്റ് സെൻറ്റേഴ്സ് തന്നെ കിട്ടുന്നതാണ്. സോ അതാണ് പറയുന്നത്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിലാണ് ഇതിൻ്റെ ഒരു ടെസ്റ്റ് സെൻറ്റർ അവർ അലോട്ട് ചെയ്യുന്നത്. സോ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ അടുത്തുള്ള സെൻറ്റേഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ ഓൾറെഡി പറഞ്ഞു. BCA BSc IT കമ്പ്യൂട്ടർ സയൻസ് മാത്സ് ഡാറ്റ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ഇലക്ട്രോണിക്സ് സൈബർ സെക്യൂരിറ്റി ബയോകെമിസ്ട്രി BVOC കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 50% മാർക്സ് ആണ് പറയുന്നത്. അതുപോലെ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ബാക്ക്ലോഗ്സോ കാര്യങ്ങളോ ഒന്നും പാടില്ല എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് 18 years to 28 years ആണ് അവർ പറയുന്നത്. വർക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇനി ഇതിൻ്റെ എക്സാം ടെസ്റ്റ് പാറ്റേൺ നമുക്ക് നോക്കുകയാണെങ്കിൽ മെയിൻലി 4 സെക്ഷൻസിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ന്യൂമറിക്കൽ എബിലിറ്റി, വെർബൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി, കോഡിംഗ് അത് ഓപ്ഷണലാണ്. അത് നിങ്ങൾ ആ ഒരു ഇഗ്നൈറ്റ് പ്രോഗ്രാമിലേക്ക് വരുമ്പോഴാണ് വരുന്നത്. എങ്കിലും നിങ്ങളിത് 4ഉം അറ്റൻഡ് ചെയ്യുക. ഈ ഒരു 4 മേഖലയിൽ നിന്നുള്ള 120 മിനിറ്റ്സിൻ്റെ എക്സാംസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഒരു ഏത് മേഖലയിൽ നിന്നുള്ള ഏത് ഫോർമാറ്റ്സിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരുന്നതെന്ന ഒരു നിങ്ങൾ ആ ഒരു വെബ് പേജ് വിസിറ്റ് ചെയ്താലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരൊരു ഇമെയിൽ IDയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഹെൽപ്പ് ലൈൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് TCSൻ്റെ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. മറ്റ് പേയ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് TCSൽ വന്നിട്ടുള്ള ഒരു അവസരം. അടുത്തത് നമുക്ക് വിപ്രോയിലെ അവസരം നോക്കാം. വിപ്രോയിൽ അവരിപ്പോൾ നല്ലൊരു ഓഫറാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. സെയിം തന്നെയാണ്. BCA അല്ലെങ്കിൽ BSc കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനാണ് അവസരം വന്നിട്ടുള്ളത്. ഈ ഒരു റിക്രൂട്ട്മെന്റ് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ജോലി ചെയ്ത് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹയർ ഡിഗ്രിയും വിപ്രോ വഴി അതൊരു MTech ഡിഗ്രി ഫ്രം എ പ്രീമിയർ യൂണിവേഴ്സിറ്റിയും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. സ്പോൺസേഴ്സ് വിപ്രോ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഗ്രി സ്പോൺസർ ചെയ്ത് തരുമെന്ന് അവർ പറയുന്നുണ്ട്. സോ ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് സ്റ്റേജസ് നമുക്ക് നോക്കാം. 10th 12th കഴിഞ്ഞ കാൻഡിഡേറ്റ്സിനാണ് ഇതിൽ അവസരം വന്നിട്ടുള്ളത്. 2024 പാസ് ഔട്ട്സ് അല്ലെങ്കിൽ 25 പാസ് ഔട്ട്സ് ആവണമെന്ന് അവർ പറയുന്നുണ്ട്. മിനിമം 60% അല്ലെങ്കിൽ 6 CGPA വേണമെന്ന് അവർ പറയുന്നുണ്ട്. BCA അല്ലെങ്കിൽ BSc അത് കമ്പ്യൂട്ടർ സയൻസ് IT മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇലക്ട്രോണിക്സ് ഫിസിക്സിൽ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. മറ്റ് പാർട്ട് ടൈമോ അല്ലെങ്കിൽ കറസ്പോണ്ടൻസോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിഗ്രിയോ അക്സെപ്റ്റബിൾ അല്ല എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അതുപോലെ അസസ്മെന്റ് സ്റ്റേജിൽ 1 ബാക്ക്ലോഗ് ഒക്കെ അലൗഡ് ആണ്. അത് 6 സെമിസ്റ്ററിന്റെ ഉള്ളിൽ നിങ്ങൾ ഫൈനൽ സെമിസ്റ്ററിന്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അതുപോലെ അഡീഷണൽ ഒരു ക്രൈറ്റീരിയ കൂടി പറയുന്നുണ്ട്. ഡിഗ്രിയിൽ മാത്സ് ഒരു കോർ സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നൊരു കാര്യം കൂടി അവർ ഇതിൽ പറയുന്നുണ്ട്. സോ ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി എളുപ്പമാണ്. സ്റ്റെപ്പ് 1 രജിസ്ട്രേഷൻ വരുന്നത് നിങ്ങൾ വിപ്രോയുടെ വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം സെലക്ട് ആയാൽ നിങ്ങൾക്കൊരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ടാവുന്നതാണ്. 80 മിനിറ്റ്സിൻ്റെ ഒരു ഓൺലൈൻ അസസ്മെന്റ് ആണ് ഉണ്ടാവുന്നത്. അത് വെർബൽ സ്കിൽസ് ചെക്ക് ചെയ്യും, അനാലിറ്റിക്കൽ സ്കിൽസ് ചെക്ക് ചെയ്യും, ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽസ് ചെക്ക് ചെയ്യും. അതുപോലെ നിങ്ങളുടെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഓൺലൈൻ അസസ്മെന്റിൽ അവർ ചെക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ബിസിനസ് ഡിസ്കഷൻ റൗണ്ട് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിൽ നിങ്ങൾ പാസ്സായാലും നിങ്ങൾക്ക് ഒരു ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് HR നിന്ന് കിട്ടുന്നതായിരിക്കും. അതേപോലെ നിങ്ങളുടെ പ്രീ സ്കില്ലിംഗ് ട്രെയിനിങ് സ്റ്റാർട്ട് ആവും. ഫൈനൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്രയുമാണ് അതിൻ്റെ റിക്രൂട്ട്മെന്റ് സ്റ്റേജസ് പറയുന്നത്. ഇതിൽ സെലക്ട് ആവുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കോളർ ട്രെയിനി എന്നൊരു പോസ്റ്റിലാണ് നിങ്ങൾക്ക് ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ സെലക്ഷൻ വരുന്നത്. അതിനുശേഷം ആ ഒരു ട്രെയിനിങ് പീരീഡിലൊക്കെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിരിക്കും ലഭിക്കുക. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് വരുന്ന സ്റ്റൈപ്പൻഡ് എന്ന് വെച്ചാൽ 15,000 + 488 അത് ESIൻ്റെ വരുന്നതാണ്. പ്ലസ് ഒരു ജോയിനിങ് ബോണസ് പ്രത്യേകം നോട്ട് ചെയ്യുക, നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. 75,000 rupees അവർ ജോയിനിങ് ബോണസ് തരുന്നതായിരിക്കും. അതുപോലെ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ചെറിയൊരു ഹൈക്ക് വരും. 17,000 + 533 ആണ് വരുന്നത്. തേർഡ് ഇയർ ആകുമ്പോൾ അത് 19,000 + 618 വരും. ഫോർത്ത് ഇയർ ഒക്കെ ആകുമ്പോൾ സ്റ്റൈപ്പൻഡ് 23,000 ആണ് നിങ്ങൾക്ക് വരുന്നത്. സോ ഇത്രയും ആ ഒരു തേർഡ് ഇയർ വരെയാണ് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വരുന്നത്. സോ നല്ലൊരു അവസരമാണ്. വിപ്രോയിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ആ ഒരു ജോലിയോടൊപ്പം അവരൊരു MTech ഡിഗ്രിയും നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾ പോവുക. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വെബ് പേജിലാണ് നിങ്ങൾ എത്തുക. അവിടെ ഒരു രജിസ്റ്റർ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
സോ നല്ലൊരു അവസരമാണ്. രണ്ട് പ്രമുഖ കമ്പനികളിലായിട്ടാണ്, പാൻ ഇന്ത്യയിലാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലും TCSനും വിപ്രോയിനും ഒക്കെ വലിയ വലിയ ഓഫീസുകളുണ്ട്. സോ കേരളത്തിലും അവസരം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലുള്ള ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുള്ള ആ ഒരു ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പ്സ്, ക്ലാസ് ഗ്രൂപ്പ്സ്, ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്സിലൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു അവസരം, ഈ ഒരു ഇൻഫർമേഷൻ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.